അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറദല്ലാഹ്. ഈ അനുസ്മരണ വേദിയുടെ അധ്യക്ഷൻ, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് വന്യരായ കെ ഇബ്രാഹിം മുസ്ലിയാർ, ഉദ്ഘാടനം നിർവഹിച്ച SYSന്റെ ജില്ലാ അമരക്കാരൻ വന്യരായ TPC തങ്ങൾ, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി P ഹസൈനാർ ഫൈസി, പ്രാർത്ഥന നിർവഹിച്ച SPM തങ്ങൾ, എൻ്റെ കൂട്ടുകാരൻ TVC സമദ് ഫൈസി, ബാബ ഹാജി, സലീം അടക്കമുള്ള ഈ വേദിയിലെ സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വന്യരായ ഉസ്താദ് ശൈഖുന ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു മർക്കദഹു, അവരുടെ മദദ് നദർ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഉഖ്റവിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ചേലക്കാട് വെച്ച് വന്യരായ ശൈഖുനയെ അനുസ്മരിക്കുകയാണ്. അവരുമായി ദീർഘകാലത്തെ ബന്ധമുള്ള ആളുകൾ, അവരുടെ അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പങ്കുവെക്കും. അതുകൊണ്ട് ഒരു നീണ്ട പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ കേരളം ഇസ്ലാമിക ലോകത്ത് റോൾ മോഡലാണെന്ന് നാം ഒക്കെ പലപ്പോഴും പറയാറുണ്ട്. വിഖ്യാതമായ ആ പരാമർശത്തിന് നമ്മെ അർഹരാക്കിയത് ചേലക്കാട് ഉസ്താദിനെ പോലെയുള്ള കഴിഞ്ഞ കാലം നമ്മുടെ നാടിന് സമർപ്പിച്ച പൂർവസൂരികളായ മഹത്തുക്കളാണ്. ആ കണ്ണിയിലെ ഏകദേശം അവസാനത്തെ കണ്ണി എന്ന് പറയാൻ കഴിയുന്ന ഉജ്ജ്വല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ചേലക്കാട് ഉസ്താദ് അവർകൾ. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ കേരളക്കരയിൽ നിർവഹിച്ച പ്രവർത്തനം മറ്റ് പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കാനും ആ പ്രദേശങ്ങൾ അതിശക്തമായി സമസ്തയോട് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ പ്രതിഫലനമെന്നോണം തമിഴ്നാട്ടിൽ, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമ്മുടെ നായകന്മാർ ഈ സന്ദേശ പ്രയാണം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ നാദാപുരത്ത് ചേലക്കാട്ട് നാം ഒത്തുചേർന്നത്. നമുക്ക് മനസ്സിലാക്കി വെച്ചതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അള്ളാഹുവിന്റെ ദീൻ ആദ്യം കടന്നു വന്നത് നമ്മുടെ മണ്ണിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ ഉന്നത ശീർഷരായ ഉലമാക്കളും സാദാത്തുക്കളും ഔലിയാക്കളുമൊക്കെ അവർ ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് അറിയപ്പെടുമ്പോഴും നമ്മുടെ കേരളം പലപ്പോഴും വഴിമാറി നിൽക്കുന്ന, അതിനോട് വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. അതിന്റെ കാരണം ചരിത്രപരമായി വിശുദ്ധ ഇസ്ലാമിക പ്രഭ നമ്മുടെ നാട്ടിൽ അതിൻ്റെയും എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം കടന്നു വന്നു എന്നതാണ്. സുൽത്താൻ ഹിന്ദാണ് ഖാജ തങ്ങൾ. വലിയ മഹാനാണ്. ത്വരീഖത്തിലെ 4 ത്വരീഖത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മഹാത്മാവാണ് സുൽത്താൻ ഹിന്ദ് എന്ന അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കുമ്പോൾ ആ ഇന്ത്യക്ക് പുറത്താണ് നമ്മുടെ കേരളമുള്ളത്. കാരണം സുൽത്താൻ ഹിന്ദ് എന്ന വിശേഷണത്തിന് ആ മഹാനുഭാവൻ അർഹനാകുന്നത് അവരുടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭൂപടങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട പരിസരങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടതുകൊണ്ടാണ്. രാജാധിപത്യത്തിനും സംവാദങ്ങൾക്കപ്പുറം പച്ചയായ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾക്ക്
അത്ഭുതകരമാകുന്ന രീതിയിൽ പരിഹാരം കാട്ടിക്കൊടുത്തപ്പോൾ അത്യത്ഭുതകരമായി ആ ഭൂപ്രദേശങ്ങൾ ആ മഹാനിലേക്ക് ആകർഷിക്കപ്പെട്ടതുകൊണ്ടാണ് ഇസ്ലാമിക പരിവർത്തനത്തിലൂടെ സുൽത്താൻ ഹിന്ദായി അവർ മാറിയത്. എന്നാൽ ആ ഇന്ത്യയിൽ കേരളം പെടില്ല. കാരണം കേരളം അതിൻ്റെയും നൂറ്റാണ്ടുകൾക്കപ്പുറം ഇസ്ലാമിക പരിവർത്തനത്തിന് വിധേയമായിരുന്നു. ആ പരിവർത്തനത്തിന് വിധേയമാവാൻ കാരണം നമ്മുടെ നാട് ജസീറത്തുൽ അറബുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ബന്ധത്തിന്റെ ഭാഗമാണ്. ഓണം പോലും അതിൻ്റെ ഒരു ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിന്റെ നാനാവശങ്ങളെയും കൃത്യമായി വിശദീകരിക്കാതെ കേവലം ഒരു ചരിത്ര ബന്ധത്തിന്റെ ഒരു ഐതിഹ്യത്തെ മാത്രം എടുത്തു പറയുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അത് പൂവേലി പാടുമ്പോഴാണെങ്കിലും അത്തം ആചരിക്കുമ്പോഴും പൂക്കളം ഒരുക്കുമ്പോഴും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായ ഒരു ചെറിയ ബന്ധത്തെ എവിടെയെങ്കിലും പരാമർശിച്ചതിനെ അടർത്തിയെടുത്ത് ഇതിന്റെ സാധൂകരണത്തിന് ഉപയോഗപ്പെടുത്ത ആളുകളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. മഹാബലി എന്ന് പറയുന്നത് അത് കേരളക്കരയിലെ ചേരമാൻ പെരുമാളിന്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഓണം ഇസ്ലാമികമാണെന്ന് വരില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ കേരളക്കരയ്ക്ക് അതിപുരാതനമായി ജസീറത്തുൽ അറബുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ഇസ്ലാമിക ആശ്ലേഷത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം നമ്മുടെ നാട്ടിലെത്തി എന്നുമേ വരിള്ളൂ. അത് പറയുന്നതിന് പകരം അതിനെ ഓണത്തോട് ബന്ധപ്പെടുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ചില ശകലങ്ങളെ ഓണാഘോഷത്തിന്റെ നിയമവിധേയമായ ഭാഗത്തിന് ഉദാഹരണമായി എടുത്തുകാട്ടുന്നതും അപക്വമാണ്. ഞാൻ പറഞ്ഞു വന്നത് ചരിത്രപരമായി അത്രമാത്രം ബന്ധമുണ്ട് നമ്മുടെ നാടിന് ഇസ്ലാമുമായി. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് സമ്പൂർണ്ണമായി സമർപ്പിച്ചു. പ്രവാചകന്റെ മദീനയിലെ പാഠശാലയാണ് മസ്ജിദുൻ നബവി. ആ പാഠശാലയിൽ അന്നത്തെ രീതിയിൽ സംവിധാനിക്കപ്പെട്ട മസ്ജിദുൻ നബവി അലങ്കൃതമായിരുന്നില്ല. കാരക്കമട്ടൽ കൊണ്ട് നാട്ടിവെച്ചതിന്റെ മേലെ കാരക്കമട്ടൽ ചീന്തിപ്പാക്കി വെച്ച് പനയോല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു പന്തലായിരുന്നു പ്രവാചകന്റെ പാഠശാല. ആ പാഠശാലയിൽ പഠിച്ച വന്യാത്മാക്കളാക്കുന്ന സ്വഹാബാക്കൾ ലോകത്തിന് നാനാഭാഗത്ത് ഇസ്ലാമിന്റെ പ്രഭ പരത്തി. നമ്മുടെ നാട്ടിൽ മാലിക് ദീനാർ വന്നു. അതേ കാലഘട്ടത്തിലാണ് യൂറോപ്പിലേക്ക് ഇസ്ലാമിക ദഅവത്തുമായി താരിഖ് ഇൻജാത്തങ്ങൾ പോകുന്നത്. അതേ സന്ദർഭത്തിലാണ് ആഫ്രിക്കൻ വനാന്തരത്തിലേക്ക് ഇസ്ലാമിക ദഅവത്തുമായി സയ്യിദ് ഉഖ്ബ തങ്ങൾ പോകുന്നത്. അങ്ങനെ ആഫ്രിക്കൻ, യൂറോപ്യൻ, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഏഷ്യൻ ഭൂഖണ്ഡാന്തരങ്ങൾ താണ്ടി ഇസ്ലാം ലോകത്ത് നിന്ന് കാണുന്ന രീതിയിൽ പരിവർത്തിപ്പിച്ചത് പുണ്യാത്മാക്കളാക്കുന്ന സ്വഹാബാക്കളാണ്. അതൊരു ചരിത്രപരമായ വിഷയമാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നമ്മുടെ കേരളക്കരയിലാണ് എത്തുന്നത്. ഇന്ത്യ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഇന്ത്യ അല്ല, അതിനപ്പുറം വിസ്തൃതമായ ഒരു ഭൂഖണ്ഡമുണ്ട്. അതിൽ പാകിസ്ഥാൻ പെടും, ബംഗ്ലാദേശ് പെടും, കറാച്ചിയും ധാക്കയും ന്യൂഡൽഹിയും എല്ലാം ഉൾക്കൊള്ളുന്ന അതിവിസ്തൃതമായ അവഭക്ത ഇന്ത്യയിൽ, അവഭക്ത ഭാരതത്തിൽ ആദ്യം ഇസ്ലാം എത്തിയത് നമ്മുടെ നാട്ടിലാണ്. അതിന്റെ നമ്മൾ കണ്ട ഒരു പ്രതീകമാണ് ചേലക്കാട് ഉസ്താദ്. നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം രേഖകളുണ്ട്. ഇപ്പൊ നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. അരി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, തമിഴിൽ അരീഷ് എന്ന് പറയും, ഇംഗ്ലീഷിൽ റൈസ് എന്ന് പറയും, അറബിയിൽ അറൂസ് എന്ന് പറയും. ഈ പദങ്ങളുടെ മൂലപദം അറൂസാണ്. അപ്പൊ നമ്മുടെ മുഖ്യാഹാരത്തിന്റെ പേരു തന്നത് അറബികളാണ്. ഇതൊരു ചരിത്രപരമായ വായനയാണ്. നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട പേരുകളുണ്ട്. ഇപ്പൊ കോഴിക്കോട്ടങ്ങാടിയിൽ മുഖദാറുണ്ട്. ആ പേരുണ്ടാവാൻ കാരണം സയ്യിദന മുഗീറത്ത് ബിൻ ശുഅബ അവിടെ വന്ന് താമസിച്ച് അവർ താമസിച്ച വീട് കോഴിക്കോട്ടെ മലയാളികൾ അറബ് സംജ്ഞയിൽ നിന്ന് മലയാളീകരിച്ചപ്പോഴാണ് പേരുണ്ടായത്. മുഗീറത്തുദ്ദാർ എന്ന് പറയുന്ന അറബ് സംജ്ഞയിൽ നിന്ന് കോഴിക്കോട്ടെ മലയാളത്തിലേക്ക് അത് ഭാഷാന്തരം ചെയ്തപ്പോൾ മുഖദാറായി മാറുകയാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് പോലെ അവിടെ മാട്ടൂലില്ലേ, മാട്ടൂൽ, അവിടെ ആ മാട്ടൂലിന്റെ ചരിത്രം എന്താ? വിശ്വപ്രസിദ്ധനായ ചരിത്രകാരൻ ഇബ്നു ബത്തൂത്ത അരികിൽ എഴുതിയത് ആ നീണ്ട കരയിൽ നിന്ന് മാട്ടൂൽ പുഴയുടെ ആ മനോഹരമായ തീരത്തിരുന്ന് ആ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് മാത്തൂൽ, എന്തൊരു നീളമാണ് ഈ കരയ്ക്ക്, ഇതെന്തൊരു മനോഹരമാണ്. ആ ചോദ്യമാണ് മാട്ടൂലായി.
അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ മുഖ്യാഹാരത്തിന് പേര് തന്നത്, പുഴക്ക് പേര് തന്നത്, കരക്ക് പേര് തന്നത്, അങ്ങാടിക്ക് പേര് തന്നത്, വിഭവത്തിന് പേര് തന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ആ പങ്കുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായി ഇസ്ലാം നമ്മുടെ നാട്ടിലെത്തി. ഇസ്ലാമിനെ നമ്മുടെ നാട് സ്വീകരിച്ചു. അവർ നമ്മുടെ നാട്ടിൽ പിൽക്കാല സമൂഹത്തിൽ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കാൻ പ്രാപ്തരായ പണ്ഡിത കുടുംബത്തെയും അവരുമായി ബന്ധപ്പെട്ട കുടുംബത്തെയും അതിനുശേഷം സാദാത്തുക്കൾ നമ്മുടെ നാട്ടിൽ കണ്ടു. ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ കേരളത്തിൽ പ്രതിഫലിപ്പിച്ചതും അതുവഴി കേരളം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തു തന്നെ റോൾ മോഡലായി മാറി. അത് കേരളത്തിന്റെ സവിശേഷതയാണ്. ആ സവിശേഷതയിൽ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചവരാണ് ഇവരൊക്കെ. നാം കണ്ണിസ്ഥാനെ കണ്ടിട്ടുണ്ട്, അള്ളാഹു അവരെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ശംസുല്ലമെ നമ്മൾ കണ്ടിട്ടുണ്ട്, കെ ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, കരുവാരക്കുണ്ട് ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, കിടങ്ങ ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, ചേലക്കാട് ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. എന്നാൽ ഇന്നുള്ള ആളുകൾ മോശമാണെന്നല്ല പറയുന്നത്. പണ്ട് വിൽസൺ ചർച്ചിൽ ഗാന്ധിജിയെ കണ്ടപ്പോൾ പറഞ്ഞത്ര, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്, മജ്ജയും മാംസവും ചോരയുമുള്ള ഒരു മനുഷ്യനോ എന്ന്. ഗാന്ധിജി ഒരു വിസ്മയമായിരുന്നു. അത് ഗാന്ധിജി നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വായിച്ചിട്ടേ ഉള്ളൂ. ഗാന്ധിജി എന്ന മഹാവിസ്മയം ആഖിറത്തിലേക്കല്ല ഈ പറയുന്നത്. ആ വിസ്മയത്തെ കണ്ടപ്പോ വിൽസൺ ചർച്ചിൽ എന്ന അതിപ്രഗൽഭനും പ്രസിദ്ധനുമായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ച ചോദ്യമാണ്, മജ്ജയും മാംസവും ചോരയുമുള്ള ഒരു മനുഷ്യനോ എന്ന്. ഗാന്ധിജിയെ പിന്നെ ഇന്ത്യ കണ്ടിട്ടില്ലല്ലോ. അത് ചരിത്രമായ ഭൗതിക വിഷയമാണ്. എന്നാൽ ഈ മഹത്തുക്കൾ നോക്കൂ നിങ്ങൾ, അവരെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ചേലക്കാട് ഉസ്താദ് ജാമിയിൽ വരുന്നത്, ഞാനും TVC ഒക്കെ പോകുന്ന വർഷത്തിലാണ്. TVC അടുത്ത വർഷമാണല്ലേ? TVC പിറ്റത്തെ വർഷമാവുന്നത്. ഞാനും അവിടെ 6ാം ക്ലാസ്സിൽ പോയി ചേർന്നിരുന്നു. അന്ന് 6ാം ക്ലാസ് ഉണ്ടായിരുന്നു ജാമിയയിൽ. ഞങ്ങൾ ചേർന്ന വർഷം അതിന്റെ അവസാന വർഷം. പിന്നെ 6ാം ക്ലാസ്സിൽ ആരും ചേർന്നിട്ടില്ല, കാരണം ചേരാൻ ആളില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ ചെന്ന ആ വർഷത്തിലാണ് ചേലക്കാട് ഉസ്താദ് അവിടെ വരുന്നത്. ചേലക്കാട് ഉസ്താദ് പുതിയ ഉസ്താദ്, ഞങ്ങൾ പുതിയ കുട്ടികളായിരുന്നു. അവർ പുതിയ ഉസ്താദ് എന്നാണ് വിളിക്കപ്പെട്ടത് അവര് ജാമിയയിൽ. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഉസ്താദ് അതുവരെ ദർസിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഉസ്താദ് അവിടെ വന്നപ്പോ ഉസ്താദ് നവാഗതനാണ് ജാമിയയിലേക്ക്. അവിടെ ഉള്ളതൊക്കെ അവിടുത്തെ വളരെ പ്രഗത്ഭരായ പരമ്പരാഗതമായി അവിടെ ദർസ് എടുത്തുന്ന ഉന്നതരായ ഉലമാക്കളാണ്. അപ്പൊ അവര് അത്യാവശ്യം അവരെടുത്ത കിതാബിന് ശേഷമുള്ള എല്ലാ കിതാബ് ഉസ്താദിനെ ഏൽപ്പിച്ചു. കുത്തുബി, അൽമീർ, അതുപോലെ ഖുലാസ തുടങ്ങിയിട്ട്. അത് പ്രയാസാണെന്നല്ല, അത് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമുള്ളതും അല്ലെങ്കിൽ വരണ്ടു നിൽക്കുന്നതും ആ വിഷയത്തെ ഉസ്താദിനെ ഏൽപ്പിച്ചു. ഉസ്താദ് എത്ര തന്മയത്വത്തോടെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്, വളരെ മനോഹരമായി തന്മയത്വത്തോടെ. എന്നാൽ ഉസ്താദിലേക്ക് ഞങ്ങളൊക്കെ ആകർഷിക്കപ്പെടാൻ കാരണം ആ വിഷയങ്ങൾക്കപ്പുറം മറ്റു ഇടങ്ങളിൽ ഓതിക്കൊടുക്കുന്ന കിതാബുകളിലെ നമുക്ക് വരുന്ന സംശയഭാഗങ്ങൾ കൃത്യമായി തീർത്തു തരാൻ അവഗാഹമുള്ള പണ്ഡിത പ്രതിഭ എന്നതാണ്. ഒരിക്കലും ഓർക്കാണ്, TVCയും ഓർക്കുന്ന കാര്യം. ഒരിക്കലും നമ്മൾ ഹദീസിൽ എന്തോ ഒരു സംശയം ചോദിച്ചപ്പോൾ പത്തുൽമീൻ ഒന്നിച്ച് വായിച്ച് ഓർക്കുന്നുണ്ടോ? ഒരു 1.5 പേജ് പത്തുൽമീൻ ഇൻതഹ വരെയായിട്ട് വായിച്ചു. എന്നൊരു ചിരിയ ഉസ്താദ് നോക്ക് നിങ്ങൾ. പത്തുൽമീന്റെ 1.5 പേജ് വായിച്ചിട്ട് ഇങ്ങനെ കസേല ഇങ്ങനെ മലന്ന് ഇങ്ങനെ കിടന്ന് ആടിയിട്ട് ഇൻതഹ പത്തുൽമീൻ ഈ വാർത്താണ്. അത് കൗല ഷെയ്ഖുനാന്റെ കൗല അവസാനിച്ചൊന്നും പറയുന്നത്, അത് വരെ വായിക്കണം. ഒരു മഹാവിസ്മയം. ഇങ്ങനെ ഒരു മനുഷ്യനോ? നമ്മളിപ്പോ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും, അതുപോലെ മെമ്മറി ധാരാളം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതൊക്കെ നമ്മുടെ പുതിയ ടെക്നോളജിയാണ്. എന്നാൽ ഈ ടെക്നോളജിക്കപ്പുറം, നാനോ ടെക്നോളജിക്കപ്പുറം തങ്ങൾക്ക് വിശുദ്ധമായി അള്ളാഹു നൽകിയ ഈ ജ്ഞാനസമ്പത്ത് കൊണ്ടും അതിലേറെ അവർ ആവിഷ്കരിച്ചെടുത്ത ജീവിതത്തിന്റെ ഏറ്റവും സംശുദ്ധമായ പാതയം കൊണ്ടും ഇത്രമാത്രം അപാരമായ മെമ്മറി, അതൊരു അത്ഭുതമല്ലേ? അതുകൊണ്ടാണ് ഇമാം വഖീ തങ്ങൾ പറഞ്ഞില്ലേ, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസീ ശകൗതു ഇലാ വഖീൻ സുഹൈഫലി. എന്റെ മെമ്മറി വിഷയം ഞാൻ പരാതി പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ നിർദ്ദേശം എന്താ? അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, ഇൽമു നൂറുല്ലാഹി വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസീ. ആ പ്രഭ ആസിക്ക് നൽകപ്പെടുകയില്ല. അപ്പൊ ഇസിയാനുള്ള ആളുകൾക്ക് മെമ്മറി ഉണ്ടാവില്ല എന്ന് ആ കവിത നമ്മൾ പഠിപ്പിക്കുമ്പോ ഇത്രമാത്രം അപാരമായ ഓർമ്മശക്തിയുടെ ഈ അമാനുഷികമെന്ന് പറയാം ആ പരുവത്തിലേക്ക് ഉസ്താദ് കയറാൻ കാരണം എന്താണ്? ഉസ്താദ് ദാക്കിറായിരുന്നു. പക്ഷെ ഉസ്താദ് ദാക്കിറായിട്ട് അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. ഉസ്താദ് ധാരാളം ഉസ്താദ് മുഖേന ധാരാളം അത്ഭുതങ്ങളും അസറുകൾക്കും പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ രീതിയിൽ ഉസ്താദ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഒരിക്കല് ജാമിയയില് എന്തോ വളരെ സങ്കീർണമായ ഒരു മസല വന്നു. അപ്പൊ ഉസ്താദ്മാർ പൊതുവെ ജാമിയയിൽ അങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് പറയാ. അപ്പൊ അന്ന് കരുവാരക്കുണ്ട് ഉസ്താദ് ചേലക്കാട് ഉസ്താദ് വന്ന സമയമുള്ളൂ. മമ്മൂലിയർ എന്താ പറയാന്ന് ചോദിച്ചു. അപ്പൊ ചിലപ്പോ ഒന്ന് പരീക്ഷിച്ചതാവാം. ഉസ്താദ് ആ നിന്നപ്പോൾ ഒറ്റ വാന തുഫന്റെ ഭാരത്ത് ഉസ്താദ്മാരെ മുമ്പിൽ
അപ്പൊ അവർ പോലും അത്ഭുതപ്പെടുകയാണ്. ഇത് നേരത്തെ ഞാൻ അവിടെ കയറി വരുമ്പോ പ്രസംഗിച്ച ബഷീർ റഹ്മാനി അവർ പറഞ്ഞു ബഷീർ ദാരിമി റഹ്മാനി, അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, സമമായ തന്നെ. അവര് പറഞ്ഞില്ലേ 17 വർഷക്കാലം പണ്ട് നാട്ടിക് ഉസ്താദ് പറഞ്ഞു ക്യാപ്സൂളിന്റെ കാലം അത്. മർക്കസ് എന്നൊരു വിദ്യാർത്ഥിക്ക് 6 ദിവസത്തെ പഠിച്ച കുട്ടിക്ക് സനത് കൊടുത്തപ്പോൾ ഒന്നാമത്തെ ഉസ്താദ് പ്രസംഗിച്ചു നാട്ടിക. പഴയ കാലം കഷായത്തിന്റെ കാലാണ്. അന്ന് 2 മാസക്കാലം 3 മാസക്കാലം കഷായം കുടിക്കണം പനി മാറാൻ. ഇപ്പൊ ക്യാപ്സൂൾ ആയപ്പോ ഒരു കുളി കൊണ്ട് സംഗതി മാറുമല്ലോ, അതുകൊണ്ട് ക്യാപ്സൂൾ സനദിന്റെ കാലമാണെന്ന് പറഞ്ഞു. 4 വർഷം ഓതി മുത്തവ്വൽ വഴി സനത് ലഭിക്കുന്നതിന് പകരം 6 ദിവസം കൊണ്ട് ക്യാപ്സൂൾ സനത് കൊടുക്കുന്ന കാലം. ആ കാലത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ നമ്മൾ 8 വർഷം കൊണ്ട് സമന്വയല്ലേ. SSLC മുതൽ PG തലം വരെ 8 വർഷം അതിന് തന്നെ വേണം. എന്നാൽ ആ PG സഹിതം ഇതും കൂടി നമ്മൾ ആവിഷ്കരിച്ചെടുക്കല്ലേ. ഉസ്താദ് ആത്മീയതയിലെ കിതാബുകൾ മാത്രം 17 വർഷം ഓതുമ്പോ 8 വർഷം കൊണ്ട് ആത്മീയ ഭൗതിക സമന്വയത്തെ ആവിഷ്കരിച്ചിട്ട് ബിരുദം വാങ്ങി പോരുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ പോരുമ്പോഴുള്ള കുഴപ്പം എന്താ അറിയോ? ഇൽമു വരാന്ന് പറഞ്ഞാൽ എന്താ? ഖിയാമത്തിന്റെ അലാമാത്തായിട്ട് ഇൽമു വരും പറഞ്ഞില്ലേ, അടയാളായിട്ട്. അത് അള്ളാഹു തആല കൊട്ടയിലാക്കി ഇൽമു മേലോട്ട് ഉയർത്തുന്നല്ലോ. ഇതുപോലത്തെ ആലിമീങ്ങൾ പോവലാണ്. ഇവര് പോകുമ്പോ പിന്നെണ്ടാവാരാ? നമ്മളെ പോലത്തെ വേഷധാരികൾ. പഴയ നാട്യസ്ഥാന പ്രസംഗത്തിലുണ്ട്, തുണിഷാപ്പുമായി ബന്ധം കൂടുകയും ബാർബർ ഷാപ്പ് ബന്ധം കുറയുകയും ചെയ്യാറുണ്ട് ഉസ്താദ്. തുണിഷാപ്പ് ബന്ധം കൂടിയാ നല്ല ജുബ്ബ കിട്ടും, ബാർബർ ഷാപ്പ് ബന്ധം കുറഞ്ഞാലോ നല്ല താടി ഉണ്ടാവും. ഞാൻ അത് ചെറുതാക്കി പറയല്ലോ, ഇത് താടി വെച്ച ആലിമ്യങ്ങളെ പരീക്ഷിക്കാൻ കരുതണ്ട, ജുബ്ബട്ടോലെ കളിയാക്കാന്നും കരുതണ്ട. അതൊരു പ്രയോഗമാണ് പറയുന്നത്. അപ്പൊ തുണിഷാപ്പുമായി ബന്ധം കൂടുകയും ബാർബർ ഷാപ്പ് ബന്ധം കുറയുകയും ചെയ്താൽ സംഭവിക്കുന്നത് അവർ വേഷത്തിന്റെ ആളുകൾ മാത്രമായിരിക്കും. അവരിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചാലോ അവർക്ക് തന്നെ ഇൽമില്ല. അവർ വഴി ഇൽമ് ലഭിക്കുമ്പോ പിന്നെ അത് ഇൽമ് ഉയർന്നു പോവുകയാണ് ചെയ്യുക. പിന്നെ ചില ദിവസങ്ങൾ അവരെ വേഷം, അവരെ താടി, അവരെ തലപ്പാവ് വേണ്ട, വലിയ താടി വെക്കണ്ടെന്നല്ലേ ഈ പറയുന്നത്. ഇൽമ് അതിന്റെ ആഴമാണ്. ഞാനൊരിക്കലും ജാമ്യയിൽ ഞങ്ങൾ പഠിക്കുമ്പോ ഞാനും അമാനത്ത് അബ്ദുസലാം, അതുപോലെ പിന്നെ ആക്കോട് അമീദ് ഫൈസി, TVC പിന്നെ ഞങ്ങളോട് അങ്ങനെ കുതിരളിക്കാൻ കൂടില്ല. ഞങ്ങളിങ്ങനെ ബഹുമാനപ്പെട്ട അമാനത്ത് കോയണ്ടി മുസ്ലിയാരെ കാണാൻ പോയി. മർഹൂം അമാനത്ത് കോയണ്ടി മുസ്ലിയാർ വലിയ മഹാനായിരുന്നു. SYSന്റെ അന്നത്തെ മുഖപത്രം സുന്നി ടൈംസ്, ആ സുന്നി ടൈംസ് ചീഫ് എഡിറ്റർ ആയിരുന്നു. നല്ല ലേഖകനായിരുന്നു, നല്ല ആലിമായിരുന്നു. അവരെ കാണാൻ ഞങ്ങൾ ഇങ്ങനെ പോണ വഴിമധ്യേ ഒരാൾ പറഞ്ഞു, നമ്മൾ വേഗം പോവാ, അസറിന്റെ ബാങ്ക് കൊടുക്കാനാണ്, അടുത്ത് ഞാൻ നിസ്കരിക്കേണ്ടി വരും. നിസ്കരിക്കാൻ മടിച്ചിട്ടില്ല, അവരെ കൂടെ നിസ്കരിക്കാൻ മടിച്ചിട്ട്. കാരണം വെച്ചാൽ അവര് ദീർഘമായ നിസ്കാരിക്കല്ലേ. വലിയ വലിയ ആലിമീങ്ങളും അത്രമാത്രം ഖുശൂഉള്ള ആളുകൾ ദീർഘ സുജൂദിന്റെയും ദീർഘ റുക്കൂഇന്റെയും നമ്മൾ പഠിക്കുന്ന പൊട്ടിത്തെറിപ്പിൽ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരില്ല. അപ്പോ ഞങ്ങൾ അങ്ങനെ കയറലും ബാങ്ക് കൊടുക്കലും ഒന്നിച്ചാ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, നല്ല സന്തോഷമായി മക്കളെ, എനിക്കൊരു ജമാഅത്ത് കിട്ടുമല്ലോ, ഉദുകൊടുത്താളിയാണ്. അപ്പൊ ആ പ്ലാൻ പൊളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി താനോട് നിസ്കരിക്കുമ്പോൾ നല്ല സന്തോഷം. കാരണം ഞങ്ങളെക്കാണ് സ്പീഡിലാണ് ഉസ്താദ്. വയസ്സായി, കാലമുട്ടും ശരിക്കും വളയില്ല. സലാം വീട്ടി ദുആയിരുന്നു. ഉസ്താദ് പറഞ്ഞു, മക്കളെ ഞാൻ നല്ല റാഹത്തിലാണ്. കാരണം ദീർഘിച്ച സുജൂദിന്റെയും റുക്കൂഇന്റെയും മധുരത്തിലാണ് ഞാൻ. അദ്ദേഹത്തിന്റെ യൗവനത്തിലും ആരോഗ്യത്തിന്റെ ഘട്ടത്തിലും അതിദീർഘമാകുന്ന സുജൂദിന്റെ റുക്കൂഇന്റെ സബര്യ വഴി ഇന്ന് സാധിക്കുന്നില്ലെങ്കിലും ആ സന്തോഷത്തിലാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, അവര് പറയുന്നത് നമ്മൾ കാലിനെ വിട്ട് വളയാതാവുമ്പോൾ സൂളേറ്റ് പള്ളിയിലേക്ക് വരികയുള്ളൂ. എന്നിട്ട് അവരിങ്ങനെ ഞങ്ങളൊക്കെ പരിചയപ്പെട്ടു, ഓരോരുത്തരൊക്കെ പരിചയപ്പെട്ടു, വാപ്പനെയൊക്കെ ചോദിച്ചു. അന്ന് അവർ പാടിയൊരു കവിത ഉണ്ട്, ആമീർ ഉസ്താദ് പാടി എന്നാ പറയുന്നത്. വലൈസ ആലുൻ തഹ്ത ആലിൻ യംബുതു വആലിമുൽ ലി ആലിമില്ലാ യസ്ബുതു, അവരെന്ന് പാടിയതാണ്. അപ്പൊ ഞങ്ങളൊക്കെ വാപ്പാരെ ചോദിച്ചു, എന്റെ വാപ്പ ഒരു കർഷകനാണ്, മറ്റേ വേറെ ആളെ വാപ്പ കന്നൂട്ടാൻ പോകുന്ന ആളാണ്, ഇങ്ങനെയൊക്കെയാണ്. ഒരാളെ വാപ്പന്റെ മുലിയാറുള്ളൂ. അപ്പൊ മൂപ്പരെന്ന് പാടി തന്നു, വലൈസ ആലുൻ തഹ്ത ആലിൻ യംബുതു വആലിമുൽ ലി ആലിമില്ലാ യസ്ബുതു. ആൽമരത്തിന്റെ ചോട്ടിൽ ആൽമരം മുളക്കാറില്ല. ആല് പോയിട്ട് കാട്ടപ്പന്നെ മുളക്കും, എന്നിട്ടല്ലേ. അതാണ് ആലിന്റെ ഒരു പ്രകൃതം. ആലിമിന്റെ തഹത്തിൽ ആലിം വരാതെ പോകുന്നു. അതുവരെ അങ്ങനല്ല. ഇപ്പൊ ചേലക്കാട് ഉസ്താദ് എന്ന് പറയുന്ന ഈ മഹാത്മാവിന്റെ പിതാവ് അതിനേക്കാൾ വലിയ മഹാനായിരുന്നു. അവര് ഇവിടെ നിന്ന് ചേലക്കാട്ടിൽ നിന്ന് അവര് വാളാട്ടേക്ക് ദർശനത്താൻ പോകുമ്പോ ഇവിടെ നിന്ന് ഭാര്യ അവരെ അഥവാ ചേലക്കാട് ഉമ്മ പൊതിഞ്ഞു കൊടുക്കുന്ന പാതയം, പൊതിച്ചോറ് അല്ലെങ്കിൽ കഞ്ഞി എന്തായിട്ട് പോവുക ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഈ നിലവിൽ പുഴ കയറി ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോണ്ട അങ്ങോട്ട്
അപ്പൊ എന്തെങ്കിലും ബൈക്ക് കാളവണ്ടി എന്തോ കിട്ടിയാൽ കയറും. അപ്പൊ രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരം രാത്രി ആകുമ്പോ അവിടെ എത്തുകയുള്ളൂ. അങ്ങനെ 40 വർഷക്കാലം അന്നത്തെ വയനാടല്ലേ, അതായത് വയനാട്ടിലെ ആദ്യ കുടിയേറ്റ മഹല്ല് കുഞ്ഞോമല്ലേ അല്ലെ, ഒന്നാമത്തെ പള്ളി അവിടെയാണ് കുഞ്ഞോം. ഞാനിവിടെ പേരാമ്പ്ര ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ, ചേനായി അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോ അവിടെ ഒരു മുജാഹിദ് പള്ളിയുണ്ട്. അപ്പൊ എന്റെ വിഷയം സുന്നി ജമാഅത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ പല പള്ളിക്ക് മുന്നിലും പലപ്പോഴും ബിദ്അത്തിന്റെ പള്ളി ഉണ്ടാവാറുണ്ട്. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന പള്ളിക്ക് എഴുതി വന്നാൽ 10, 15, 25 വർഷത്തിന്റെ പഴക്കേണ്ടാവാറുള്ളൂ. അവിടെ മലയാളത്തിലാണ്. ഇപ്പുറത്ത് 100, 200 വർഷത്തിന്റെ പഴക്കമുള്ള പള്ളിയിൽ അറബിയിലാണ്. ഇപ്പൊ പഴക്കതിനാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞു, അങ്ങനല്ല, ഇവിടത്തെ പള്ളിക്ക് ഒരുപാട് വർഷത്തിന്റെ പഴക്കമുണ്ട്, ധാരാളം, ഒരു 500 വർഷത്തിനൊക്കെ പഴക്കമുണ്ട്. അപ്പൊ ഞാൻ ആ പള്ളിയെ പറ്റി പഠിച്ചു. കേരളക്കരയിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും ആധികാരികമാകുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ അല്ലേ, മുഹമ്മദ് മുസ്ലിം, അവരെ സമീപിച്ചു. അവര് അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടുണ്ട്. അവര് പറയുന്നത് 700 വർഷത്തിന്റെ പഴക്കമുണ്ട് ആ പള്ളിക്ക്. തനിമല കുഞ്ഞോം കോറോം അടക്കമുള്ള വയനാട്ടിലെ ആദ്യ കുടിയേറ്റ മഹലിൽ നിന്ന് മയ്യത്തുകൾ ഈ പള്ളിയിൽ അടക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഇവിടെ നിരവലിപ്പുഴ വിട്ടാൽ തൊട്ടിൽപ്പാലം, കുറ്റ്യാടി, കടിയങ്ങാടൊന്നും പള്ളിയില്ല, ഖബർസ്ഥാനില്ല. അത്രമാത്രം പഴക്കമുള്ള പള്ളികൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. ആ പഴക്കമുള്ള പള്ളികൾ എന്ന് പറയുന്നത് അല്ലെ, എങ്കിൽ അന്ന് ഇവിടെ നിന്ന് ചേലക്കാട് ഉസ്താദിന്റെ പിതാവ് ഈ കുടിയേറ്റ പ്രദേശത്ത് എത്ര ത്യാഗം ചെയ്തു. അപ്പൊ പരമ്പരാഗതമായി ഇപ്പൊ മഖ്ദൂമാരെ നമുക്കറിയാം, കഅബത്തുൽ ഇൽമി ഫീ മലൈബാർ, അതാണല്ലോ പൊന്നാനിൽ മഖ്ദൂമുമാർ. ആ മഖ്ദൂമുമാർ വരുന്നത് കോറാമണ്ഡലിൽ നിന്നാണ്. കോറാമണ്ഡൽ അടക്കം നെല്ലൂരും കോറാമണ്ഡലും എറണാകുളവും പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും ഈ കണ്ണൂരും കാസർഗോഡും മംഗലാപുരവും ചേർന്ന അതിവിസ്തൃതമായ മലബാർ. ഇന്നത്തെ മലബാറല്ല. ഇന്നത്തെ മലബാർ എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള മലബാർ. ആ മലബാർ അതല്ല. ഈ മംഗലാപുരം മുതൽ കോറാമണ്ഡൽ വരെ അന്നത്തെ മലബാർ. ആ മലബാറിന്റെ കഅബത്തുൽ ഇൽമി ഫീ മലബാറാണ് മഖ്ദൂമുമാർ. മഖ്ദൂമുമാരെ കാലഘട്ടം ആ മഖ്ദൂമുമാർ വരുന്നത് അത്ബായിൽ നിന്നാണ്. അവര് വിളക്കൊളുത്തുന്നത് സ്വഹാബത്തിൽ നിന്നാണ്. അവൾ കൊളുത്തിയത് പ്രവാചക പൊങ്കുവരിൽ നിന്നാണ്. അതും ഒരു പരമ്പരയാണ്, മഖ്ദൂമുമാരെ പരമ്പര. കണിദ് ഉസ്താദ് വഫാത്തായപ്പം അന്ന് ചന്ദ്രികാ ദിനപത്രത്തിൽ, അന്ന് ചന്ദ്രിക ഇല്ലല്ലോ, അതില് മങ്കട അബ്ദുൽ അസീസ് മൗലവി എഴുതിയിരുന്നു. മങ്കട അന്ന് ചന്ദ്രൻ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം മരിച്ചത് നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടാണ്. മരിക്കുമ്പോ മങ്കട അബ്ദുൽ അസീസ് മൗലവി നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം ഒരു നദ്വത്തിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയാം, മുജാഹിദിന് പ്രധാനപ്പെട്ട ആൾ. അവരെഴുതി കണിദ് ഉസ്താദ് വഫാത്തായപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാമത്തേത് കണ്ണിയത്തിന്റെ, ഒന്നാമത്തേത് സയ്യിദുനാ അഹ്മദ് അംബൽ റഹിമഹുല്ലാഹ്. അവരെ ജനാസയിൽ 7 ലക്ഷത്തിൽ പരം ആളുകളാണ് പങ്കെടുത്തത്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് കണ്ണിയത്തിന് എഴുതുന്നാരാ, മങ്കട മൗലവിയാണ്. 5 ലക്ഷത്തിൽ പരം ആളുകൾ. കണ്ണിയത്തിന്റെ കണ്ണി സ്വഹാബത്തിലേക്ക് കേരളക്കരയെ ബന്ധിപ്പിക്കുന്ന അവസാനത്തെ കണ്ണിയാണ്. അതും എഴുതിയത് ഇതേ മങ്കടയാണ്. സഹാബത്തിന്റെ കണ്ണിയിലേക്ക് ബന്ധിപ്പിക്കുന്ന കേരളക്കരയുടെ അവസാനത്തെ കണ്ണിയാണ് കണ്ണിയത്തിന്റെ കണ്ണി. എഴുതിയത് ഇതേ മങ്കട മൗലവി സാഹബാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ആ ഒരു കുടുംബം, ഉസ്താദിന്റെ കുടുംബം പണ്ഡിത കുടുംബമാണ്. ഇപ്പൊ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്, അവരെ കുടുംബം നമുക്കറിയാം, കോട്ടയം മുസ്ലിയാർ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണ്ഡിത കുടുംബമാണ്. അങ്ങനെ പരമ്പരാഗതമായി പണ്ഡിത കുടുംബത്തിൽ പണ്ഡിതന്മാർ ജനിക്കുകയും അവരോടുള്ള ആ പരിസര പ്രദേശത്തിന്റെ വിശ്വാസം വഴി അവർ മുഖേന ആ പരിസര പ്രദേശം ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. അതായിരുന്നു ചേലക്കാട് ഉസ്താദ്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ചെറുതാക്കി, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ ചെറുതാക്കി പറയല്ല. അപ്പൊ ആ ഒരു പൈതൃകം മാറിപ്പോയി. അപ്പൊ പരമ്പരാഗതമാകുന്ന പൈതൃകം കാതിച്ചു വരുന്ന പണ്ഡിത പരമ്പരയിൽ പണ്ഡിതന്മാരില്ലാതെ പോവുകയും അല്ലാതെ പണ്ഡിതന്മാർ ജന്മമെടുക്കുകയും അവർ കേവലം ഭാഷയുടെയും വേഷത്തിന്റെയും ആളുകളായി ചുരുങ്ങുകയും അവരിൽ നിന്ന് ഇൽമ പഠിക്കാൻ ആവശ്യക്കാട്ടുകയും ചെയ്യുമ്പോൾ ഇൽമ ഉയർന്നു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഒരാൾ വഫാത്താൽ പറയും പകരക്കാരില്ല എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. നിങ്ങൾ ഒരു ഭംഗി വാക്ക് ഇങ്ങനെ പറയും. പക്ഷെ ചേലക്കാട് ഉസ്താദിന്റെ വഫാത്തിൽ പകരക്കാരില്ലാന്ന് തന്നെ പറയാലോ. നമ്മുടെ ജില്ല അനാഥാണെന്ന് പറയാം. ഇപ്പോ ചേലക്കാട് ഉസ്താദ് ട്രഷററായ സമയത്ത് കോഴിക്കോട്ട് നമ്മൾ സ്വീകരണം ഏർപ്പെടുത്തി, സമസ്ത കോർഡിനേഷൻ. ആ സ്വീകരണത്തിൽ അന്ന് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അവരെ ഉദ്ഘാടനം ചെയ്തു. അവർ പറഞ്ഞു,
ഈ ട്രഷറർ പോസ്റ്റ് എന്നത് കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട അർഹതയാണെന്ന് കരുതണ്ട. അത് ചേലക്കാട് ഉസ്താദിന്റെ അർഹത എന്ന് പറയുന്നത്. അത് ചേലക്കാട് ഉസ്താദിന്റെ അർഹതയാണ്. അതിന്റെ അർത്ഥം ഇത് ചോദിച്ചിങ്ങോട്ട് വരണ്ടെന്നാണല്ലോ. അതിന് അങ്ങനത്തെ മീനിങ് അതിലുണ്ടല്ലോ. ഇതും ചോദിച്ചിങ്ങോട്ട് വരണ്ടെന്നാണ് അർത്ഥം കൂടി അതിനകത്ത്. അതാ ഞാൻ പറഞ്ഞു, പകരക്കാരനാണ്. നമ്മൾ ഒരാൾ വഫാത്താൽ, ഒരാൾ വിട പറഞ്ഞാൽ മൗത്തുൽ ആലിം, മൗത്തുൽ ആലം, അപ്പൊ പകരക്കാരല്ല എന്ന് പറയും. ഇത് യഥാർത്ഥത്തിൽ ജില്ല അനാഥമാവുകയാണ്. നമ്മുടെ ജില്ല എന്ന് പറയുന്നത്, അത് പറയുമ്പോൾ DVC ദേഷ്യം പിടിക്കും. കോഴിക്കോട് ജില്ല എന്ന് പറയുമ്പോൾ അങ്ങനല്ല, അങ്ങനെ പറയല്ലോ കേട്ടോ. നമ്മുടെ ജില്ല കോഴിക്കോട് ജില്ല യഥാർത്ഥത്തിൽ അത് സമസ്തയുടെ ചിത്രത്തിലാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ഇസ്ലാമിക പൈതൃകത്തിലാണെങ്കിലും ഇന്നലകളിൽ ജ്വാജല്യമാനമായ കേന്ദ്ര ബിന്ദുവായി വർത്തിച്ചതല്ലേ. അപ്പൊ മഹദൂമാരെ നമ്മൾ പറഞ്ഞു, മഹദൂമുമാരെ ഇൽമോടിച്ച കോഴിക്കോട്ട് നിന്നല്ലേ. കോഴിക്കോട്ടെ അന്നത്തെ ഖാദി പരമ്പര, കോഴിക്കോട്ടെ ഇപ്പോഴത്തെ ഖാദിമാരല്ല, അവര് മോശന്നല്ലോ. യഥാർത്ഥത്തിൽ കോഴിക്കോട്ടെ ഖാദിമാരാരാ? കോഴിക്കോട്ടെ ഖാദിമാരെന്ന് പറയുന്നത് കോഴിക്കോട്ടെ ചെറിയ ഖാദി പരിചയപ്പെട്ടു നമ്മൾ. നാലകത്തെ അഹമ്മദ് വയംസ്ലിയാർ ഉണ്ടായിരുന്നല്ലോ, അവരെ പരമ്പരയാണ്. അതാ കോഴിക്കോട്ടെ ഖാദി പരമ്പര. ആ ഖാദി പരമ്പര ചെന്ന് മുട്ടുന്നത് സ്വഹാബത്തിലാണ്. കോഴിക്കോട്ട് സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയാണ് ചാലിയത്തെ പള്ളി. ആ പള്ളിയിൽ സ്വഹാബത്ത് സ്ഥാപിച്ചെടുത്ത പള്ളിയിൽ സ്വഹാബത്ത് തന്നെ ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത കുടുംബമാണ് കോഴിക്കോട്ടെ ഖാദി കുടുംബം. ആ കോഴിക്കോട്ടെ ഖാദി കുടുംബം വഴിയാണ് ഈ മലബാറിൽ അന്ന് ദീനി ദഅവത്ത് നിർവഹിച്ചത്. അവിടെ വെച്ചാണ് മഖ്ദൂം ഒന്നാമത്തെ അമൂന്ന് കിതാബ് ഓതി പഠിച്ചത്. ഒന്നാം മഖ്ദൂം കിതാബ് ഓതി പഠിച്ചത് കോഴിക്കോട്ട് നിന്നാണ്. ഈ നാദാപുരം നോക്കൂ നിങ്ങൾ. നാദാപുരത്തേക്ക് വരുമ്പോൾ ചില ആൾക്ക് തനക്കലം കൂടാറുണ്ട്. കാരണം അവർക്ക് മാത്രമേ ഫിഖ് ഉള്ളൂ എന്ന് അവരെ ധാരണ. അത് വേറെ വിഷയമാണ്. പക്ഷെ നാദാപുരം തലക്കനക്ക് അർഹതയുള്ള പ്രദേശമാണ്. എത്രമാത്രം ഇവിടെ ഈ പഴയ കാലഘട്ടത്തിൽ വെളിയങ്കോട്ട് നിന്ന് ഉമർ ഖാദി റഹിമഹുല്ല കവിത എഴുതിയിട്ട് അത് ചെത്തിക്കൂർപ്പിക്കാൻ കൊടുത്തയച്ചത് ഇങ്ങോട്ടല്ലേ. അവിടെ നിന്നാണ് കവിത എഴുതുന്നത്. നിഷ്പ്രയാസ കവിയാണ് ആര്? വെളിയങ്കോട്ട് ഉമർ ഖാദി അല്ലെ. അവര് ഒരു അപൂർവ പ്രതിഭ എന്ന് പറയാം. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോവിഡിന് അപ്പുറം സംഘടിപ്പിച്ച ഒരു സെമിനാർ ഉണ്ടായിരുന്നു, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്. ആ സെമിനാറിന്റെ ഹെഡ്ലൈൻ ഉമർ ഖാദി ജീവിതവും സമരവും ചരിത്രവും എന്നായിരുന്നു. കാരണം എന്താ? അവരെഴുതിയ കവിത ആത്മീയ ലോകത്ത് മാത്രമല്ല, ദൈഷൻ ലോകത്തുണ്ട്, സംസ്കാരത്തിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ചിത്രത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്. അധികാരി മേനോൻ വർഗത്തിൽ നികുതി ഏർപ്പെടുത്താതെ ഈ കർഷകർക്കും കുടിയാന്മാർക്കും നികുതി ഏർപ്പെടുത്തുന്ന ഈ കിരാതഭരണത്തിനെതിരെ, അങ്ങനെ ആ പാട്ടിന്റെ അർത്ഥം ഉമർഖാദി പാടിയതാണ്. അതേ ഉമർഖാദി അല്ലേ റൗള ഷരീഫിന്റെ കവാടത്തിൽ ചെന്ന് പാട്ട് പാടിയത്. നമ്മൾ സാധാരണ പാട്ട് എഴുതിയാൽ ഇതാക്കും, അത് വരണ്ടി ചെത്തിക്കൂപ്പിച്ച് പിന്നെയും വെട്ടി പിന്നെയും തിരിച്ച് എന്നാൽ തന്നെ പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഒരു കവിത നമുക്ക് എഴുതാൻ കഴിയില്ല, വേറെ കാര്യം. അഥവാ എഴുതാണെങ്കിൽ അവസ്ഥ ഈ പറയുന്നത്. ഉമർഖാദി നേരെ പാടില്ലേ, നേരെ നിന്ന് പാടില്ലേ. അറബ് വംശജരായ സാമ്രാട്ടുകൾ പോലും അത്ഭുതപ്പെട്ടിട്ട് ഈ കുറിയ മനുഷ്യന്റെ കവിതയിൽ ലയിച്ചു പോകും. ആ ഉമർഖാദി അന്ന് കവിത എഴുതിയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തയച്ചത് ഈ നമ്മുടെ നാദാപുരത്തേക്കാണ്. അപ്പൊ നാദാപുരം ഇൽമിന്റെ കേന്ദ്രമാണ്. നാദാപുരം എന്ന പേര് പോലും സൂചിപ്പിക്കുന്ന ഒരു വല്ലാത്ത സവിശേഷതയുണ്ട്. നാദാപുരം, നാദത്തിന്റെ പുരം എന്നല്ലേ. അതൊരു സൗഹൃദം കൂടിയുണ്ട് അല്ലേ. പഴയ കാലഘട്ടത്തിൽ ഇവിടെ തീയപ്പെണ്ണുങ്ങളും മുസ്ലിം പെണ്ണുങ്ങളും, പിന്നീട് അതൊരു പോളറൈസേഷനായി മാറി. അന്ന് തറവാട്ട് മുറ്റത്ത് ഈ രണ്ടു കൂട്ടർ ഒന്നിച്ച് മെയ്ത് കൊണ്ടുവന്ന കെയ്തെടുത്ത് കൊണ്ടുവന്ന നെൽക്കതിർ അത് വറുത്തിട്ട് ഒരലിട്ട് ഇടിക്കുമ്പോ രണ്ട് വിഭാഗത്തിന്റെ മുസ്ലിം തീയ പെണ്ണുങ്ങളുടെ വളകിലുക്കത്തിന്റെ പേരത്രേ നാദാപുരം. നാദത്തിന്റെ പുരം, വളകിലുക്കത്തിന്റെ പുരം, സൗഹൃദത്തിന്റെ പുരം. ഈ സൗഹൃദത്തിന്റെ പുരമാകുമ്പോ അവിടെ ഇൽമിന്റെ പുരം ഉണ്ടാവും. ഇൽമാണ് സൗഹൃദം ഉണ്ടാക്കിയത്. അപ്പൊ കോഴിക്കോട്ടങ്ങാടിയില് മഖ്ദൂം തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യൻ കുഞ്ഞായി മുസ്ലിയാർ, അവർ മഹാലിമാണ്. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റേഴ്സ് പീസ് അല്ലേ അവരുടെ കപ്പപ്പാട്ട്. ആ കപ്പപ്പാട്ട് ജ്ഞാനപ്പാന പോലെയല്ലേ. ജ്ഞാനപ്പാൻ ആരെഴുതിയതാ? നമ്മളെ പൂന്താവനം. പൂന്താനത്തെ പറ്റി നമ്മൾ ഒരു തമാശ പറയാം, അതൊരു രേഖാക്കണ്ടോ. നമ്മൾ വലിയ ആളുകളായിട്ട് കിതാബ് ഓതി പഠിക്കും. കിതാബ് ഓതി പഠിക്കും കുറച്ച് ലമ്മിയോറൊക്കെ അധികം മടക്കാൻ കിട്ടുന്ന ആൾക്കാരെ കുറിച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നടക്കും അല്ലേ. പൊതുവെ എങ്ങനെ ഉണ്ടാകുക. അപ്പൊ ഞാൻ TVC ഒക്കെ ഒന്നിച്ച് പഠിച്ച, അപ്പൊ TVC അത്ര തന്നെയാണ് മടക്കൂല ലമ്മിയറാന്ന്. അപ്പൊ നമുക്ക് നിസ്സാരയും മൂപ്പര, പക്ഷെ മൂപ്പര് വലിയ ആളായില്ല. മൂപ്പര നമ്മളൊക്കെ എത്രയോ ഉയർന്നു പോയി. ഞാൻ അതിന് ഇസ്ലാമിക ശരീരത്തിൽ എത്രയോ ഉദാഹരണം. ഒരു ഭൗതിക ഉദാഹരണം പറയാം. ഈ കവി പൂന്താനം, അദ്ദേഹം ഒരു നല്ല കവിയാണ്, ഭക്ത കവിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മലയാളം അത്ര അറിയില്ല. മലയാളം അത്യാവശ്യം, സംസ്കൃതം തീരെ അറിയില്ല. അദ്ദേഹം ഗുരുവായൂർ ഭക്തനായിരുന്നു. ഗുരുവായൂർ അദ്ദേഹത്തെക്കാളൊക്കെ നല്ല വിവരമുള്ള ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ?
പേര് ഓർക്കുന്നില്ല, കിട്ടിയാ പറഞ്ഞ. അവര് ഭയങ്കര കവിയാണ്. അങ്ങനെ ഈ പൂന്താനം പോയിട്ട് ഇങ്ങനെ കവിത പാടിയെന്ന, ഭക്തി കവിത അങ്ങനെ പാടിയിട്ട് മരപ്രഭോ എന്ന് പാടി. അമരപ്രഭോ എന്നാ പാടണ്ടി. അമരപ്രഭു പറഞ്ഞാൽ മരണമല്ലാത്ത ആളെന്ന്. ഇയാൾക്കത് അറിയില്ല, ഇയാൾ മരപ്രഭോ എന്ന് പാടി. അപ്പൊ മറ്റേ പെരുമ്പത്തൂര് മറ്റേ ഇയാൾ കളിയാക്കിയപ്പം ഈ കോവിലിന് അശരീരി ഉണ്ടായിന്ന, ഞാൻ അമരപ്രഭു പോലെ മരപ്രഭുവാണ്. അതിന്റെ പ്രതീകമാണത്ര ഗുരുവായൂരിലെ മരത്തിന്റെ പ്രതീകം, മരം കൊണ്ടാക്കിയ പ്രതീകത അത്ര. അത് ഉണ്ടോല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഭക്തിക്ക് ഏത് മേഖലയിലും പ്രാധാന്യമുണ്ട്. അത് ഇൽമിനോട് ചേരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ചേലക്കാട് ഉസ്താദിനെ നമ്മൾ കാണുമ്പോൾ, അവർ നമ്മൾ പരിചയപ്പെടുമ്പോൾ, ഞാൻ പറയാൻ വിചാരിച്ച വിഷയം പറയാം. 6ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒന്നിച്ചാണ് വരുന്നത്. അങ്ങനെ ഉസ്താദ് ദർസിന്ന് വരികയാണ്, നമ്മളെ കോളേജ് ചേരാണ്. പട്ടിക ഉണ്ടാവുമല്ലോ, പട്ടികയിൽ പേര് എഴുതുന്ന ശീല ഉസ്താദിന് ഇല്ലല്ലോ. അങ്ങനെ പേര് എഴുതും ആദ്യം എടുത്തും തെറ്റി. ഫസ്റ്റിൽ ദിവസം ആ ഉസ്താദ് ആ പട്ടികന്റെ പേജായിട്ട് വലിച്ചോളൂ, ഒറ്റ ആറാട്ട് ജനുള്ളിൽ കൂടി പുറത്തേക്ക് ആ പേജ് പോയില്ല. ഞാൻ പറയുന്നത് പോലും രസാതകമായി കൈകാര്യം ചെയ്യാനും അതിനെ തലമേറ്റത്തോടെ കാട്ടാൻ കഴിയുന്നതാണ്. നമ്മളവിടെ വേർക്കൊക്കെ ആലോചിക്കല്ലോ, ഒരു അന്ന് ആലോചിക്കാൻ ഉള്ളും പുറവുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളും പുറവും ഒന്നായി ഒരേ രീതി. നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോ സംഘടനാ രംഗത്ത് ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ആ പ്രശ്നമൊക്കെ പരസ്പരം ചർച്ച ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടിച്ചു. പലപ്പോഴും അങ്ങനെ അത് ദിവസങ്ങളോട് നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയുക ചേരി പോലും കാണും. എല്ലാ ചേരി അപ്പൊ എല്ലാ വിഷയവും കേന്ദ്രീകരിക്കുകയാണ്. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം ഞാൻ ഓർക്കുകയാണ് ഒരു മസല. ആ മസല അധ്യക്ഷൻ ചേലക്കാട് ഉസ്താദാണ്. ഉസ്താദ് പറഞ്ഞാൽ കഴിഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത്, സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ. പണ്ട് ഞാൻ SSF കാരനായിരുന്നു, അന്ന് SKSF ഇല്ല. SF-ന്റെ 10ാം വാർഷികം സ്റ്റേഡിയത്തിൽ നടത്തി. അപ്പൊ അന്ന് ഉള്ളാൾത്തങ്ങൾ പ്രസംഗിക്കുമ്പോഴാണ് കോട്ടുമസ്താ കയറിയത്. ഉള്ളാൾത്തങ്ങൾ പ്രസംഗിക്കാണ്, കോട്ടുമലയിൽ വന്നു പോയി ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ പ്രശ്നം മനസ്സിലായില്ലേ? അന്നേ മുപ്പരങ്ങനെ പ്രസംഗിച്ചാണ്. അപ്പൊ സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ, അത് സങ്കീർണമാകുന്നല്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൽ എങ്ങനെ പരിഹരിക്കപ്പെടും? ഇതുപോലത്തെ മഹാന്മാരെ ഇപ്പൊ ശംസുലുള്ള കാലത്തൊരു പ്രശ്നമില്ലല്ലോ, അവസാന വാക്കല്ലേ. അപ്പൊ കോഴിക്കോട് ജില്ലയുടെ പ്രാസ്ഥാനിക, വൈജ്ഞാനിക, ദൈക്ഷണിക, സാങ്കേതിക, പ്രാസ്ഥാനിക മേഖലയിൽ അവസാന വാക്കായിരുന്നു ചേലക്കാട് ഉസ്താദ്. അവരിവിടെ പറഞ്ഞു പോകുമ്പോൾ ഒരു പകരക്കാരല്ലാതെ പോകും. അല്ലാഹു നമുക്ക് ഹൈറായ പകരം പ്രദാനം ചെയ്യട്ടെ. നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഈ സദസ്സ് നീ കബൂലാക്കണ റഹ്മാനെ. ഉസ്താദിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ റബ്ബേ. അവരെ കൂടെ സ്വർഗം പ്രദാനം ചെയ്യണേ റബ്ബേ. അവർക്ക് ശേഷം അവരെ തുടരുന്ന ഹൈറായ പകരക്കാരെ തരണേ റഹ്മാനെ. അവർ വഹിച്ച എല്ലാ സ്ഥാനങ്ങളും വഹിക്കാൻ ഈ ജില്ലക്ക് നീ അർഹത തരണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.